പ്രിയമുള്ളവരെ, പണ്ട് അക്ഷരങ്ങൾ അറിയില്ലാത്തവർ നമ്മൾ നിരക്ഷരായി കാണുമ്പോൾ ഇപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ടെക്നോളജി അറിയില്ലാത്തവരെയാണ് നമ്മൾ നിരക്ഷരായി കാണുന്നത്. ഞാൻ മാരിയറ്റ്, 12ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ചുറ്റുപാടുണ്ടാകുന്ന ഇത്രയും വ്യത്യാസങ്ങളും മാറ്റങ്ങളും. നമ്മൾ പണ്ട് 10 വർഷം മുമ്പ് കണ്ടുകൊണ്ടിരുന്ന ലോകമല്ല ഇപ്പോൾ നമ്മുടെ ചുറ്റുമുള്ളത്. നമ്മുടെ ചുറ്റുമുള്ള ലോകം ടെക്നോളജി അറിയുന്ന ലോകമാണ്. നമ്മുടെ ചുറ്റുമുള്ള ലോകം ഓരോ മാറ്റങ്ങളോടൊപ്പം മാറുന്ന ഒരു ലോകമാണ്. മാറ്റത്തിന് ഈ കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഓൺലൈൻ ക്ലാസ്സിൽ നല്ലപോലെ ഉപയോഗിക്കാമെന്നാണ് ഞങ്ങൾ ഈ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സഹായിക്കുന്നത്. നിങ്ങളെല്ലാവരും അതുകൊണ്ട് തന്നെ ഈ ഒരു ക്ലാസ്സിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നന്ദി. പ്രിയമുള്ളവരെ, നമസ്കാരം. ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ്. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അതിനാണ് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമ്മുടെ മേരിഗിരിയുടെ ഓൺലൈൻ ക്ലാസ്സസ് മൈക്രോസോഫ്റ്റ് ടീംസ് എന്ന സോഫ്റ്റ്വെയറിലൂടെ നമ്മൾ നടത്തുകയുണ്ടായി. കഴിഞ്ഞ ഒരാഴ്ച നമ്മൾ അതിനൊരു ട്രയൽ റണ്ണായിട്ടാണ് കണ്ടത്. ഒരുപാട് പരാതികൾ, ഒരുപാട് പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്തുകൊണ്ട് അത്യാവശ്യം ഭംഗിയായിട്ട് ഇതിൻ്റെ അവസാന ഘട്ടത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് പ്രവർത്തിച്ച നമ്മുടെ അധ്യാപകരെ എല്ലാവരെയും, മക്കൾക്ക് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ ചെയ്ത മാതാപിതാക്കളെയും, രാവിലെ തന്നെ എഴുന്നേറ്റ് ഡെയിലി റുട്ടീനും ക്ലാസ് ടൈം ടേബിളും എല്ലാം അനുസരിച്ച് ക്ലാസ്സിൻ്റെ ആ ഒരു പാവനതയോടുകൂടി മുന്നോട്ട് പോകുന്ന ഓരോ മക്കളെയും അഭിനന്ദിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, ഓരോ ദിവസവും ഓൺലൈൻ എന്നുള്ള വാക്ക് ഒരുപാട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എവിടെ നോക്കിയാലും ഓൺലൈനായി. ഈവൻ നമ്മുടെ വിദ്യാഭ്യാസം പോലും ഓൺലൈനായി. അപ്പോൾ ഈ ഓൺലൈൻ വിദ്യാഭ്യാസത്തെക്കുറിച്ച്, അതിൻ്റെ പോസിറ്റീവായിട്ടുള്ളതും നെഗറ്റീവായിട്ടുള്ള സൈഡുകളെക്കുറിച്ചും നമ്മളെ ഓരോരുത്തരെയും ബോധവാന്മാരാക്കുവാനായിട്ട് നമ്മൾ മേരിഗിരി സ്കൂള് ഒരു വെബിനാർ സംഘടിപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ ആ വെബിനാറിന് ആശംസ നൽകുക നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ മിസ്റ്റർ MP ഉമേഷാണ്. അതുപോലെ തന്നെ ക്ലാസ്സുകൾ നയിക്കുന്നത് നമ്മുടെ PTA എക്സിക്യൂട്ടീവ് മെമ്പറായ മിസ്റ്റർ CC രാമകൃഷ്ണനാണ്. ഇവർ രണ്ടുപേരെ നമുക്ക് സുപരിചിതരാണ്. ഏറ്റവും ആത്മാർത്ഥമായിട്ട് ഈ ഒരു വെബിനാറിലേക്ക് അവരെ സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം തന്നെ നിങ്ങളെ ഓരോരുത്തരെയും, അധ്യാപകരെയും, മാതാപിതാക്കളെയും, കുട്ടികളെയും ഇതിലേക്ക് ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്യുന്നു. പ്രിയമക്കളെ, ഒരു വാക്ക് കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ അകലങ്ങളിലാണെങ്കിലും കരുതലോടെ എന്നുള്ള ആ ഒരു മുദ്രാവാക്യവുമായിട്ട് തുടങ്ങിയ ഈ ഒരു അക്കാദമിക് ഇയറിൽ തീർച്ചയായിട്ടും ഞങ്ങൾ മേരിഗിരി ഫാമിലി ഒത്തടങ്കം മക്കളോടൊപ്പം ഉണ്ട്, കരുതലോടുകൂടി തന്നെയുണ്ട്. ചെറുതായിട്ടുള്ള ഒരു സംശയങ്ങൾ പോലും ഇല്ലാതാക്കുവാനായിട്ടാണ് ഇതുപോലുള്ള സെമിനാറുകൾ നിങ്ങൾക്ക് നൽകുക. നന്നായിട്ട് പഠിക്കുക, ടീച്ചേഴ്സ് പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുക, രാവിലെ തന്നെ എഴുന്നേറ്റ് ഓൺലൈൻ ക്ലാസ്സസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. എല്ലാം നിങ്ങൾ ഭംഗിയായിട്ട് ചെയ്യുമെന്ന് ആത്മവിശ്വാസത്തോടു കൂടി ഈ ഒരു സെമിനാറിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. മേരിഗിരി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഓൺലൈൻ വിദ്യാഭ്യാസ പരിപാടി ആരംഭിക്കുന്നു എന്നറിഞ്ഞതിൽ അങ്ങേയറ്റം സന്തോഷം രേഖപ്പെടുത്തുന്നു. പുതിയൊരു കാലഘട്ടത്തിലാണ് നാം ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ പ്രതിസന്ധിയും നമ്മൾ അഭിമുഖീകരിക്കുന്നു. COVID-19 കൊറോണ വൈറസ് നമ്മുടെ സാമൂഹ്യ ജീവിതത്തെ സാരമായിട്ട് ബാധിച്ചിരിക്കുന്നു. നേരത്തെ ഉള്ളതുപോലെ നമുക്ക് ഇടകലർന്ന് ജീവിക്കാനോ ഒന്നും പറ്റാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അധ്യയന വർഷം നാം ആഗ്രഹിക്കുന്നത് പോലെ നമുക്ക് ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത് വിദ്യാർത്ഥികളിലും രക്ഷാകർത്താക്കളിലും നല്ല ആശങ്കയുണ്ട്. കുട്ടികളുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്ന രക്ഷാകർത്താക്കൾ വിദ്യാലയം ആരംഭിക്കാത്തതിനാൽ അല്പം പ്രയാസത്തോടെയാണ് നിൽക്കുന്നത്. ഈ ഘട്ടത്തിലാണ് നമ്മുടെ കേരളത്തിലെ ഗവൺമെന്റും ലോകത്തിലെ തന്നെ പല രാജ്യത്തും എല്ലാം ഓൺലൈൻ വിദ്യാഭ്യാസ പരിപാടി ഏറ്റവും നന്നായി ആരംഭിച്ചിരിക്കുന്നത്. ഇത് ഔപചാരിക വിദ്യാഭ്യാസത്തിന് ബദലല്ല. ഔപചാരിക ക്ലാസ് മുറി കേന്ദ്രീകരിച്ച വിദ്യാലയം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. പക്ഷേ അറിവ് എന്നത് ഈ പ്രതിസന്ധി കാലഘട്ടത്തിലും നമ്മുടെ കുട്ടികൾ അവര് അലസരാവാതെ, ശ്രദ്ധയില്ലാതെ അവർ മുന്നോട്ട് പോവാതിരിക്കാനാണ് അറിവ് ശേഖരിക്കാനുള്ള കുട്ടികളുടെ കഴിവിനെ, ശേഷിയെ, ആഗ്രഹത്തെ, അതിനെ ഏറ്റവും നന്നായിട്ട് അവരെ സഹായിക്കുക. അതാണ് ഓൺലൈൻ വിദ്യാഭ്യാസ പരിപാടി. അതുകൊണ്ട് തന്നെ ഒരു വിരൽത്തുമ്പിലാണ് ലോകം ഇന്ന്. നമുക്ക്
സയൻസ് ആൻഡ് ടെക്നോളജിയുടെ വളർച്ച, സാങ്കേതിക വിദ്യ, നവമാധ്യമങ്ങൾ ഇതെല്ലാം ഉപയോഗപ്പെടുത്തി അറിവിനെ ലോകത്തിന്റെ ഏത് കോണിൽ നിന്നും ശേഖരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. അറിവാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം. അറിവിലൂടെയാണ് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുക. അതുകൊണ്ട് ഓൺലൈൻ വിദ്യാഭ്യാസ പരിപാടി ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കാൻ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണം. അധ്യാപകരുടെയും രക്ഷാകർത്താക്കളുടെയും പരിപൂർണമായ പിന്തുണ നമുക്കുണ്ടാവും. നാം പരിഭ്രാന്തി ഉണ്ടാവേണ്ട. നാം വലിയ ആശങ്കയിലേക്ക് പോവുകയും വേണ്ട. കൊറോണയെ നമുക്ക് ഫലപ്രദമായിട്ട് പ്രതിരോധിക്കാൻ കഴിയും. സാമൂഹ്യ അകലം പാലിച്ചും സാനിറ്റൈസർ ഉപയോഗിച്ചും മാസ്ക് ഉപയോഗിച്ചും എല്ലാം നാം കരുതി മുന്നോട്ട് പോയാൽ നമുക്ക് കൊറോണയെ കീഴ്പ്പെടുത്താൻ വേണ്ടി കഴിയും. ഓൺലൈൻ വിദ്യാഭ്യാസ പരിപാടി ആരംഭിക്കുമ്പോൾ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, ഈ സൈബർ ചതിക്കുഴികളെ കൃത്യമായിട്ട് നാം തിരിച്ചറിയണം. ഉത്തരവാദിത്തത്തോടെയാണ് നമ്മൾ അതിന് ഉപയോഗിക്കേണ്ടത്. ആരുടെയും ചതിയിൽ നമ്മൾ പോയി വീഴരുത്. നമ്മുടെ രക്ഷാകർത്താക്കളോ അധ്യാപകരോ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഏറ്റവും ശോഭനമായ ഭാവിയാണ്, നമ്മുടെ വളർച്ചയാണ്. അതുകൊണ്ട് തന്നെ നല്ല ശ്രദ്ധയോടെ ഉത്തരവാദിത്തത്തോടെ ഈ ഓൺലൈൻ ഉപയോഗത്തെ നാം നന്നായി ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ നല്ല ജാഗ്രത ഉണ്ടാവണം. രക്ഷാകർത്താക്കളുടെ സഹായം, അധ്യാപകരുടെ സഹായം നാം നേടണം. ആധുനിക കാലത്ത് ആധുനികമായ ഒരു രീതി നാം പരിശീലിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് നാം തിരിച്ചറിയേണ്ടത്. അതുകൊണ്ട് തന്നെ സുരക്ഷിതമായി ശ്രദ്ധയോടെ ആരോഗ്യമേഖലയിലെ വിദഗ്ധന്മാർ അവര് ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങൾ മുഖവിലേക്കെടുത്ത് സൂക്ഷ്മതയോടെ മുന്നോട്ട് പോയി ഇപ്പോഴും നമ്മുടെ ഓൺലൈൻ വിദ്യാഭ്യാസ പരിപാടിയിലൂടെ നന്നായി അറിവ് ശേഖരിക്കുകയും വീട് വിട്ട് പുറത്തിറങ്ങാതിരിക്കുകയും നല്ലതുപോലെ അധ്യയന വർഷം ആരംഭിക്കുന്നതുവരെ വൈകാതെ തന്നെ നമുക്കത് ആരംഭിക്കാൻ കഴിയും. ആരംഭിക്കുന്നത് വരെ ഈ പ്രക്രിയയുടെ ഭാഗമായിട്ട് നിങ്ങൾക്കെല്ലാം മാറാൻ കഴിയണം. ജീവിതമാണ്, അത് നാം ഒരിക്കലും വലിച്ചെറിയാനുള്ളതല്ല, ആരുടെയും മുന്നിൽ തോൽക്കാനുള്ളതല്ല. വൈറസിനെ ഒറ്റക്കെട്ടായി നമുക്ക് പ്രതിരോധിക്കാൻ കഴിയും. മേരിഗിരി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ആരംഭിച്ചിരിക്കുന്ന ഈ ഓൺലൈൻ വിദ്യാഭ്യാസ പരിപാടിക്ക് എല്ലാ ആശംസകളും നേരുന്നു, എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുകയും ചെയ്യുന്നു. നമസ്കാരം. ലോകമെങ്ങും COVID-19 ആശങ്കകളിൽ നിൽക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ. ഈ ആശങ്കയുടെ വ്യാപ്തി ഓരോ പ്രദേശത്തും വ്യത്യസ്തമാണ് എന്നതൊരു വസ്തുതയാണ്. നമ്മുടെ കേരളത്തെക്കുറിച്ച് പറഞ്ഞാൽ വിദ്യാഭ്യാസ മേഖലയിൽ അധ്യയന വർഷം ആരംഭിക്കുന്ന ഒരു സമയം. ലക്ഷക്കണക്കിനായ കുട്ടികളും രക്ഷിതാക്കളും യഥാർത്ഥത്തിൽ വല്ലാത്തൊരു ആശങ്കയിലാണ്. പക്ഷേ ഈ ആശങ്കകളൊക്കെ ദൂരീകരിക്കുന്നതിന് നമ്മുടെ ഇൻഫർമേഷൻ ടെക്നോളജി നമ്മളെ ഒരു പരിധിവരെ സഹായിക്കുന്നുണ്ട് എന്നത് വലിയൊരു ഭാഗ്യമാണ്. ജൂൺ 1 കേരളത്തിലാകമാനം വിദ്യാഭ്യാസ മേഖല ഉണർന്നു തുടങ്ങി. അതിന്റെ സൂചനകൾ നമ്മൾ സ്കൂളുകളിലെല്ലാം കണ്ടു തുടങ്ങി. പക്ഷേ രക്ഷിതാക്കളെയും വിദ്യാർത്ഥികളെയും ഒക്കെ ആശങ്കയിലാഴ്ത്തുന്നത്, അല്ലെങ്കിൽ അവർക്കൊക്കെ ഒരു ആശങ്ക ഉണ്ടാക്കുന്നതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് അവർക്ക് അവരുടെ വിദ്യാലയത്തിൽ ആ അന്തരീക്ഷത്തിൽ പോയി പഠിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. വിദ്യാഭ്യാസ കാലം എന്ന് പറയുന്നത് ജീവിതത്തിൽ എന്നും ഓർമ്മിക്കുന്ന കാലമാണ് എന്ന് നമുക്ക് പ്രത്യേകിച്ച് പറയാതെ തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ വിദ്യാലയങ്ങളിലെത്തി കൂട്ടുകാരെ കണ്ട് അവരുമായി സംവദിച്ച് അവരുമായി കളിച്ചുല്ലസിച്ച് പഠിക്കുന്നതിന്റെ സുഖം ഒരു ഓൺലൈൻ മാധ്യമവും നമുക്ക് തരില്ല എന്നതൊരു വസ്തുതയാണ്. പക്ഷെ വിദ്യാലയ അന്തരീക്ഷത്തിലേക്ക് പോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ നമുക്ക് മറ്റ് മാധ്യമങ്ങളെ സ്വീകരിക്കുക എന്നത് അത്യാവശ്യമായി മാറിയിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വിവിധ മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ കുട്ടികൾക്കായി വിദ്യാഭ്യാസ പദ്ധതികൾ ആരംഭിച്ചു കഴിഞ്ഞു. മൈക്രോസോഫ്റ്റ് ടീംസ് പോലെ ഉള്ള നിരവധി മാധ്യമങ്ങൾ പ്ലാറ്റ്ഫോമിലൂടെയാണ് വിദ്യാഭ്യാസം ഇന്ന് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മുന്നിൽ ഒരുപാട് ആശങ്കകൾ വിതറിക്കൊണ്ടാണ് കോവിഡ് കടന്നു പോകുന്നത് എന്ന് നമുക്കറിയാം. ഈ ഒരു ആശങ്കയും പ്രതിസന്ധിയും എത്ര നാൾ നീണ്ടു നിൽക്കും എന്നതിനെ കുറിച്ച് നമുക്കൊരു വ്യക്തതയും ഇന്നത്തെ സാഹചര്യത്തിലില്ല. അതുകൊണ്ട് തന്നെ ഈ അധ്യയന വർഷത്തെ ഫലപ്രദമായി, ക്രിയാത്മകമായി, ചലനാത്മകമായി മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് പറയുന്നത് അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ഒക്കെ ഒരു ആവശ്യമായി മാറിയിരിക്കുന്നു. അതിന്റെ തുടർച്ചയെന്നോണമാണ് ഓൺലൈൻ ക്ലാസ്സുകൾ വിദ്യാലയങ്ങളിൽ ആരംഭിച്ചിരിക്കുന്നത്. നമ്മുടെ മുന്നിൽ ഒരുപാട് അൺസർട്ടനിറ്റീസ് ഉണ്ട്.
ഈ അൺസർട്ടനിറ്റീസിനെ മറികടക്കുക എന്നത് മുന്നോട്ടുള്ള പ്രയാണത്തിൽ വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഓൺലൈൻ വിദ്യാഭ്യാസ പദ്ധതികൾ തുടങ്ങിയപ്പോൾ ഏറെ ആശങ്കപ്പെടുത്തുന്ന, അത് പ്രത്യേകിച്ച് അധ്യാപകരെയായാലും വിദ്യാർത്ഥികളെ ആയാലും സമൂഹത്തെ ആകമാനം ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ് എങ്ങനെ ഫലപ്രദമായ രീതിയിൽ കുട്ടികൾക്ക് അവരുടെ സിലബസ് അനുസരിച്ചുള്ള ക്ലാസുകൾ മുന്നോട്ട് കൊണ്ടുപോകാം എന്നതാണ്. അൺസർട്ടനിറ്റി ഇസ് ദ മോസ്റ്റ് സ്ട്രെസ്ഫുൾ ഫീലിംഗ് എന്ന് നമുക്ക് അറിയാം. ഒരു വല്ലാത്ത ആശങ്കയുണ്ടാക്കുന്ന അല്ലെങ്കിൽ വല്ലാത്ത മനസ്സിന് സംഘർഷമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് അൺസർട്ടനിറ്റി. നാളെ എന്ത് സംഭവിക്കും, നമ്മുടെ കുട്ടികളുടെ ഭാവി, പഠനം ഇങ്ങനെ പോയാൽ നമ്മുടെ കുട്ടികളുടെ ഭാവി എന്തായിരിക്കും എന്ന് രക്ഷിതാക്കൾക്കുള്ള ആശങ്ക. അതോടൊപ്പം കുട്ടികൾക്ക് ടീച്ചേഴ്സിന്റെ അറിവ് കുട്ടികളിലേക്ക് ഫലപ്രദമായി എത്തിക്കാൻ കഴിയുമോ എന്ന ആശങ്ക അധ്യാപകരിൽ. അതുപോലെ തന്നെ CBSE പോലുള്ള അല്ലെങ്കിൽ സ്റ്റേറ്റ് സിലബസ് പോലുള്ള അതിന്റെ അധികാരികൾക്ക് ഇത് എത്രമാത്രം ഫലപ്രദമായി ഈ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ വിദ്യാഭ്യാസ പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്ന ആശങ്ക അതിന്റെ തലപ്പത്തിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കും അധികാരികൾക്കുമുണ്ട്. ഈ ഒരു പശ്ചാത്തലമൊക്കെ മുന്നിൽ വെച്ചുകൊണ്ടാണ്, അതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ വിദ്യാഭ്യാസം ഇന്ന് ഓൺലൈനിലൂടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകുന്നത്. അപ്പൊ ഈ ആശങ്ക നിറഞ്ഞ, അസ്വസ്ഥത നിറഞ്ഞ ഒരു കാലത്ത് നമ്മൾ ധൈര്യപൂർവ്വം ഏറ്റെടുത്ത ഒരു പദ്ധതിയാണ് ഓൺലൈൻ പരിശീലനം. ഈ ഏതൊരു ആശങ്കയും മറികടക്കുന്നതിന് നമുക്ക് ഏറ്റവും പ്രധാനമായി വേണ്ടത് ഈ ആശങ്കകൾ ഒരു യാഥാർത്ഥ്യമാണ് എന്ന് മനസ്സിലാക്കുകയാണ്. അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ് ഇസ് എ റിയാലിറ്റി, ആൻഡ് ദെൻ ആഫ്റ്റർ അണ്ടർസ്റ്റാൻഡിങ് you should accept it. It is a reality. We need to overcome that. നമുക്ക് ഇന്ന് ഏതൊക്കെ മേഖലകളിൽ ആശങ്ക ഉണ്ട് അല്ലെങ്കിൽ ചാലഞ്ചസ് ഉണ്ട് എന്ന് നോക്കിയാൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിദ്യാർത്ഥികൾക്ക് കടുത്ത ആശങ്കയുണ്ട്, അതുപോലെ തന്നെ രക്ഷിതാക്കൾക്ക് ആശങ്കയുണ്ട്, അധ്യാപക സമൂഹത്തിന് ആകമാനം തങ്ങളുടെ കുട്ടികളിലേക്ക് അറിവ് പകർന്നു കൊടുക്കാനുള്ള മാധ്യമത്തെക്കുറിച്ച് ആശങ്കയുണ്ട്, അല്ലെങ്കിൽ അതിന്റെ ഇഫക്റ്റീവ്നെസ്സിനെ കുറിച്ച് ആശങ്കയുണ്ട്. സ്കൂൾ മാനേജ്മെന്റുകൾ അവർക്ക് ആവുന്നത്ര ഏറ്റവും മികച്ച പ്ലാറ്റ്ഫോമുകൾ ഒരുക്കുന്നതിലുള്ള തത്രപ്പാടിലാണ്, അവർക്കും ആശങ്കയുണ്ട്. CBSE അല്ലെങ്കിൽ സ്റ്റേറ്റ് സിലബസ് അവർക്കൊക്കെ ഫലപ്രദമായി ഈ രംഗത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് നിരവധി ആശങ്കകളുണ്ട്. പക്ഷെ ഇന്ന് നമുക്ക് സമൂഹത്തിൽ നേരിട്ട് കുട്ടികൾ അല്ലെങ്കിൽ രക്ഷിതാക്കൾ, അവരാണ് അധ്യാപകർ, അവരാണ് നമ്മുടെ മുന്നിൽ ഏറ്റവും പ്രകടമായി നമ്മൾ കാണുന്ന 3 പ്രധാന ഘടകങ്ങൾ. ഈ 3 സെറ്റ് ഓഫ് ആൾക്കാരിലുമുള്ള ആശങ്കകളാണ് നമുക്ക് അഡ്രസ് ചെയ്യേണ്ടത് എന്നതാണ് ഒരു വസ്തുത. ഈ ആശങ്കകളെ കുറിച്ച് ഇപ്പോൾ ഓൺലൈൻ മാധ്യമത്തിൽ ക്ലാസ്സുകൾ ആരംഭിക്കുമ്പോൾ രക്ഷിതാക്കൾക്കുള്ള ആശങ്കയെ കുറിച്ച് ആലോചിച്ചാൽ, രക്ഷിതാക്കൾക്ക് ഏറ്റവും വലിയ ആശങ്ക എന്ന് പറയുന്നത് സിലബസ് അനുസരിച്ച് ക്ലാസ്സുകൾ നടക്കുമോ, നടന്നു കഴിഞ്ഞാൽ തന്നെ കുട്ടികൾ എത്രമാത്രം ഈ ക്ലാസ്സുകൾ ഉൾക്കൊള്ളും, എത്രമാത്രം നന്നായി തൻ്റെ കുട്ടികൾക്ക് വിദ്യാഭ്യാസ രംഗത്ത് പുരോഗതി ഉണ്ടാക്കാൻ പറ്റും. ഇതൊക്കെ ഒരു പൊരുത്തപ്പെടല് ഇപ്പോഴും നമ്മുടെ രക്ഷിതാക്കൾക്ക് ഉണ്ടായിട്ടില്ല. അതുപോലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിദ്യാർത്ഥികൾക്ക് അവർ ഓൺലൈനിൽ പഠിക്കുമ്പോണ്ടാവുന്ന ആ ഒരു വിരസത, ചിലപ്പോൾ വിരസത അല്ലെങ്കിൽ അതുമായി പൊരുത്തപ്പെട്ടു പോകാനുള്ള ചില പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ, അതൊക്കെ അവരുടെ ഒരു ചലഞ്ചാണ്. മറ്റൊന്ന്, വളരെ പ്രധാനപ്പെട്ട മറ്റൊന്ന്, രക്ഷിതാക്കളിൽ ഭൂരിഭാഗം ആളുകൾക്കും, പ്രത്യേകിച്ച് റൂറൽ ഏരിയയിൽ താമസിക്കുന്ന ആളുകൾക്ക്, അവർ വിദ്യാഭ്യാസത്തിൽ പിന്നോക്കം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഇതുപോലുള്ള ഓൺലൈൻ മാധ്യമങ്ങളെ കുറിച്ചും അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ലിറ്ററസിയുടെ കാര്യത്തിൽ അല്പം പിന്നോട്ട് നിൽക്കാൻ സാധ്യതയുള്ള രക്ഷിതാക്കളാണെങ്കിൽ അവരെ സംബന്ധിച്ച് കുട്ടികളെ എങ്ങനെ ഇതിന് പ്രാപ്തരാക്കും, തങ്ങൾക്ക് അതിൽ എത്രമാത്രം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ചൊക്കെയുള്ള ആശങ്ക രക്ഷിതാക്കളെ സംബന്ധിച്ചുണ്ട്. അപ്പോൾ കമ്പ്യൂട്ടർ ലിറ്ററസി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഇന്നത്തെ സാഹചര്യത്തിൽ മാറിയിരിക്കുന്നു. അത് രക്ഷിതാക്കൾക്കും അതോടൊപ്പം ഒരു പരിധിവരെ കുട്ടികൾക്കും. മുമ്പ് സ്കൂളിൽ പോയിരുന്ന സമയത്ത് നമുക്ക് സ്കൂൾ സമയം കഴിഞ്ഞ് വീട്ടിലെത്തി കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഒന്നിനും സമയമില്ലായിരുന്നു. ഹോംവർക്ക് ചെയ്യാൻ, അസൈൻമെന്റ് കംപ്ലീറ്റ് ചെയ്യാൻ,
അതോടൊപ്പം മറ്റ് പാഠ്യേതര വിഷയങ്ങളിലുള്ള അവരുടെ ഇൻവോൾവ്മെന്റുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുക. ഇതൊക്കെ ഒരു ഹെക്ടിക് ഷെഡ്യൂൾ ആയിരുന്നു കുട്ടികളെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ ഇന്ന് വീട്ടിൽ തന്നെ ഇരുന്നു കൊണ്ട് വീട് തന്നെ ക്ലാസ് റൂമായി മാറിയ സാഹചര്യത്തിൽ അവർക്ക് ഒരു പരിധിവരെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അവരുടെ അസൈൻമെന്റ്സും അവരുടെ മറ്റ് പഠനവുമായി ബന്ധപ്പെട്ട ഓൺലൈൻ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ആവശ്യത്തിൽ അധികം സമയമുണ്ടോ എന്ന് രക്ഷിതാക്കൾക്കും മറ്റുള്ളവർക്കും ഒക്കെ തോന്നുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ അധികമായി ലഭിച്ചിരിക്കുന്ന ഈ സമയം അതെങ്ങനെ ഫലപ്രദമായി വിനിയോഗിക്കാം, അതൊരു വല്ലാത്തൊരു ആശങ്കയാണ്, അല്ലെങ്കിൽ അതൊരു വല്ലാത്തൊരു ചലഞ്ചാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ വീട്ടിൽ തന്നെ ഇരുന്നുകൊണ്ട് വീട് തന്നെ ക്ലാസ് റൂം, വീട്ടിലെ ഒരു മുറി തന്നെ ക്ലാസ് റൂമായി മാറിയപ്പോൾ കുട്ടികൾ അതിനെ എത്രമാത്രം പോസിറ്റീവായി എടുക്കുന്നു, അവർ എത്രമാത്രം മോട്ടിവേറ്റഡ് ആണ് ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്യാൻ. തങ്ങളുടെ അധ്യാപകർ ഓൺലൈനായി വന്നും അതുപോലെ ഓഫ്ലൈനായി ഒക്കെ തരുന്ന മെറ്റീരിയൽസ് വായിച്ചു നോക്കി അത് ആ പഠനം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രവർത്തനങ്ങളിലും അവരുടെ ഇൻവോൾവ്മെന്റ് എത്രമാത്രം ഉണ്ടാക്കും, അതിന് ആവശ്യമായ ഒരു സെൽഫ് മോട്ടിവേഷൻ അവർക്ക് ഉണ്ടോ, അല്ലെങ്കിൽ ഉണ്ടാവുമോ, ഉണ്ടാക്കാനാവുമോ? ഇതൊരു യഥാർത്ഥത്തിൽ ഒരു വലിയ മറ്റൊരു ചലഞ്ചാണ്. നമ്മൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കിയാൽ, അതോടൊപ്പം അധ്യാപകരെ സംബന്ധിച്ചു ഏറ്റവും വലിയ ചാലഞ്ചുകളിൽ ഒന്നാണ് അവർക്ക് കുട്ടികളെ നേരിട്ട് കാണുന്നില്ല, കുട്ടികളുടെ അടുത്ത് പോയി അവർക്ക് ഫീഡ്ബാക്ക് കൊടുക്കാൻ കഴിയുന്നില്ല, കുട്ടികളുമായി സംവദിക്കാൻ കഴിയുന്നില്ല. അപ്പൊ നമുക്കതിനെ ഒരു ഹ്യൂമൻ കോണ്ടാക്ട് എന്ന് പറയുന്ന ഒരു ഘടകം വലിയൊരളവിൽ നമുക്ക് മിസ് ചെയ്തു എന്നുള്ളത് ഈ ഒരു അവസ്ഥയുടെ ഒരു വലിയ പ്രത്യേകതയാണ്, വലിയ വെല്ലുവിളിയാണ്. അതുപോലെ തന്നെ ക്ലാസ്സുകളിൽ വരുമ്പോൾ, ക്ലാസ് റൂം പഠനത്തിൽ വരുന്ന സമയത്ത് പരസ്പരം ചർച്ച ചെയ്തുകൊണ്ട് പഠിക്കാവുന്ന നിരവധി അവസരങ്ങൾ, അത് ടീച്ചേഴ്സിനായാലും കുട്ടികൾക്കായാലും അതേ ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് പരസ്പരം ഡിസ്കസ് ചെയ്തുകൊണ്ട് ഒരു കൊളാബറേറ്റിംഗ് ലേണിംഗ് അറ്റ്മോസ്ഫിയർ ഇന്ന് കുട്ടികൾക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു. അത് യഥാർത്ഥത്തിൽ ഒരു വലിയ വെല്ലുവിളിയാണ്. പലപ്പോഴും ചില കുട്ടികൾ പരസ്പരം ഡിസ്കസ് ചെയ്യുന്നതിലൂടെ, ഗ്രൂപ്പ് ഡിസ്കഷനിലൂടെ നന്നായി പഠനരംഗത്ത് മികവ് പുലർത്തുന്ന കുട്ടികളെ നമുക്ക് ഒരുപാട് കാണാൻ കഴിയും. അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ച് വലിയൊരു വെല്ലുവിളിയാണ് ഇന്നത്തെ ഈ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ചാലഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ ടീച്ചേഴ്സിന്റെ സൂപ്പർവിഷൻ എന്ന് പറയുന്നത് ഒരു അർത്ഥത്തിൽ തെറ്റാണ്. ടീച്ചേഴ്സിന്റെ ഒരു ഗൈഡൻസ്, ആ ഗൈഡൻസ് നമുക്ക് ഇന്ന് മിസ് ചെയ്യാം. ക്ലാസ് റൂം ടീച്ചിങ്ങിലാണെങ്കിൽ പിന്നിൽ നിൽക്കുന്ന കുട്ടികളെ, അല്ലെങ്കിൽ നന്നായി മുന്നേറുന്ന കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാനും അല്ലാത്ത ആളുകളെ നമുക്കൊന്ന് കൈപിടിച്ചുയർത്താനും ഒക്കെയുള്ള ഒരു നേരിട്ടുള്ള ഇടപെടൽ, ആ അവസരം നമുക്ക് ഇന്ന് നഷ്ടമായിരിക്കുന്നു. അതോടൊപ്പം തന്നെ സയൻസ്, മാത്സ് പോലുള്ള വിഷയങ്ങളിൽ ഒരു ഹാൻഡ്സ് ഓൺ ലേണിങ്ങിനുള്ള അവസരം നമുക്ക് ഒരു വെല്ലുവിളിയായി മാറിയിരിക്കുന്നു. അപ്പൊ ഈ രംഗത്തൊക്കെ നമുക്ക് നിരവധിയായ ചാലഞ്ചുകൾ ഉണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇതിന്റെയൊക്കെ ഫലമായി നമ്മുടെ കുട്ടികൾ, ചിലപ്പോ നമ്മുടെ പാരന്റ്സും അതോടൊപ്പം അധ്യാപകരും ഒക്കെ മാനസികമായ ചില സംഘർഷങ്ങളും അനുഭവിക്കുന്നുണ്ടാവാം, യാതൊരു സംശയമില്ല. പ്രത്യേകിച്ച് കുട്ടികൾ, കാരണം അവരുടെ പഠനത്തിന്റെ രീതി ആകമാനം മാറിയിരിക്കുന്നു, അവരുടെ പ്രതീക്ഷകൾ ആകമാനം മാറിയിരിക്കുന്നു, അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കാനുള്ള അവസരങ്ങൾ, അവരുടെ സന്തോഷങ്ങൾ പങ്കുവെക്കാനുള്ള അവസരങ്ങൾ, അവരുടെ വിജയത്തെക്കുറിച്ച് സംസാരിക്കാനുള്ള അവസരങ്ങൾ, അവരുടെ ആശങ്കകളെ കുറിച്ച് സംസാരിക്കാനുള്ള അവസരങ്ങൾ, അവരുടെ പ്രതിസന്ധികളെ കുറിച്ച് സംസാരിക്കാനുള്ള അവസരങ്ങൾ, ഇതൊക്കെ അവർക്ക് ഒരു പരിധിവരെ നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു എന്നത് ഒരു വല്ലാത്തൊരു വെല്ലുവിളിയാണ്. ഈ നിരവധി ആശങ്കകൾ പലപ്പോഴും നമ്മളെ എത്തിക്കുന്നത് വിദ്യാർത്ഥികളെ ആയാലും രക്ഷിതാക്കളെ ആയാലും അധ്യാപകരെ ആയാലും എത്തിക്കുന്നത് അല്പം ഒരു മാനസിക സംഘർഷത്തിലേക്കായിരിക്കും, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെ. കാരണം അവർക്ക് മിസ് ചെയ്യുന്നത് പോലെ മറ്റാർക്കും മിസ് ചെയ്യുന്നില്ല എന്നതാണ് ഒരു വസ്തുത. അപ്പൊ ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ എത്തുന്ന കുട്ടികളെ ഏത് തരത്തിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും, അതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ കണ്ടെത്തേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത്. അവർ ഫേസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് തങ്ങളുടെ സുഹൃത്തുക്കളുമായി ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഷെയറിങ് ആൻഡ് കെയറിങ്, അത് രണ്ടും മിസ് ചെയ്യുന്നു. മറ്റൊരു പ്രധാന പ്രശ്നം പല കുട്ടികളും ഫേസ് ചെയ്യാൻ സാധ്യതയുള്ളത്, വീട്ടിൽ ഇരുന്ന് പഠിക്കുമ്പോൾ, ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അവർ സ്കൂളിൽ നിന്ന് കൊടുക്കുന്ന
അസൈൻമെന്റ്സ് ചെയ്യുന്നുണ്ടോ എന്ന് പാരന്റ്സിന്റെ നിരന്തരമായ ട്രാക്കിംഗ് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. മോനെ അത് ചെയ്തോ, മോളെ ഇത് ചെയ്തോ, അത് കംപ്ലീറ്റ് ചെയ്തോ, അത് നീ സബ്മിറ്റ് ചെയ്തോ, ഈ ക്ലാസ് കേൾക്കണ്ടേ, ആ ക്ലാസ് കേൾക്കണ്ടേ എന്നൊക്കെയുള്ള നിരന്തരമായ ഈ ചോദ്യം ചെയ്യൽ അല്ലെങ്കിൽ നിരന്തരമായ ഓർമ്മപ്പെടുത്തൽ അത് പലപ്പോഴും കുട്ടികളെ അല്പം ആശങ്കയിൽ എത്തിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. രക്ഷിതാക്കളുടെ ആശങ്കയാണ്, അവർ പഠിക്കുന്നുണ്ടോ എന്നുള്ള ആശങ്കയാണ് എന്ന് കുട്ടികൾ തിരിച്ചറിയണമെന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം തങ്ങൾ ഭയങ്കരമായ പ്രഷറിന്റെ ഉള്ളിലാണ് എന്നവർക്ക് തോന്നിയാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല. മാത്രമല്ല, ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ക്ലാസ്സുകൾ നടന്നു കഴിഞ്ഞ് അസൈൻമെന്റ് കൊടുക്കുന്ന സമയത്ത് തൊട്ടടുത്ത ദിവസം അല്ലെങ്കിൽ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ട ദിവസം ടീച്ചേഴ്സ് ചോദ്യം ചെയ്യും, ഹാവ് യു സബ്മിറ്റഡ്? ആ ചോദ്യം ചെയ്യൽ ചിലപ്പോൾ രക്ഷിതാക്കൾ കേൾക്കുന്നുണ്ടാവാം. അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ് നടക്കുന്ന സമയത്ത് ചില ക്വസ്റ്റ്യൻസ് ചോദിച്ച് ഉത്തരം പറയാൻ പറ്റാത്ത കുട്ടികളുടെ ആ ഒരു ചെറിയ ഒരു പരാജയം രക്ഷിതാക്കൾ ശ്രദ്ധിക്കുന്നുണ്ടാവാം. അപ്പൊ രക്ഷിതാക്കളുടെ ഒരു വഴക്ക് പറയൽ അല്ലെങ്കിൽ അവരുടെ ഒരു പ്രഷർ ഒരു ഭാഗത്ത്, ഓൺലൈൻ മാധ്യമത്തിലൂടെ ഈ പറയുന്ന അസൈൻമെന്റ് സമയത്ത് സബ്മിറ്റ് ചെയ്യാത്ത, കൃത്യസമയത്ത് ലോഗിൻ ചെയ്ത് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാത്ത ആളുകളെ ടീച്ചേഴ്സ് ചോദ്യം ചെയ്യുകയോ അല്ലെങ്കിൽ അവരെ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയോ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് ഉണ്ടാവുന്ന ഒരു അസ്വസ്ഥത. ഒരു തരത്തിൽ പറഞ്ഞാൽ രണ്ട് ഭാഗത്തു നിന്നും ഇപ്പോൾ പ്രഷർ ഒരുപോലെ വരുന്നു എന്നതൊരു വസ്തുതയാണ്. അധ്യാപകരുടെ ഭാഗത്തു നിന്നും രക്ഷിതാക്കളുടെ ഭാഗം, അങ്ങനെയാണ് അവർ കരുതുന്നത്. അപ്പൊ ഈ രണ്ടുപേരുടെ ഇടയിൽ നിൽക്കുന്ന ഒരു വിദ്യാർത്ഥി അവന് വളരെ ഹൈലി പോസിറ്റീവായി ചിന്തിക്കുന്ന ഒരു കുട്ടി അല്ല എങ്കിൽ അവര് മാനസികമായ ഒരു സംഘർഷത്തിലേക്ക് എത്തിപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മറ്റൊരു പ്രധാന പ്രശ്നമാണ്, നമുക്കറിയാം നമ്മുടെ മലയോര മേഖലയിലൊക്കെ നെറ്റ്വർക്ക് ഇഷ്യൂസ് വളരെ വളരെ ഗുരുതരമായ ഒരു പ്രശ്നമാണ്. പ്രത്യേകിച്ച് ഈ സമയത്ത് എല്ലാ നെറ്റ്വർക്കുകളും സ്ലോ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പലപ്പോഴും കുട്ടികളുടെ ഏറ്റവും വലിയ ആശങ്ക, എനിക്ക് കൃത്യമായ സമയത്ത് ക്ലാസ് തുടങ്ങുന്ന സമയത്ത് നെറ്റ്വർക്ക് പ്രശ്നം ഉണ്ടാവുമോ, ക്ലാസ് തുടങ്ങുന്നതിനിടയിൽ നെറ്റ്വർക്ക് ഡിസ്കണക്ട് ആവുമോ, എൻ്റെ ഈ ഡിവൈസ് ഇതിന് മാത്രം എല്ലാവരും ഉപയോഗിക്കുന്ന പോലെ അത്ര നല്ല ഡിവൈസ് അല്ലാത്തതുകൊണ്ട് ക്വാളിറ്റി കുറവുണ്ടോ. ഇങ്ങനെ നെറ്റ്വർക്കും അതുപോലെ അതുമായി ബന്ധപ്പെട്ട ഡിവൈസസ്, ഇപ്പൊ ലാപ്ടോപ്പ് ആയാലും മൊബൈലായാലും ടാബ് ആയാലും ഡെസ്ക്ടോപ്പ് ആയാലും ഇതൊക്കെ ഉപയോഗിക്കുന്നവർക്ക് ആ ഡിവൈസിനെ കുറിച്ചുള്ള ആശങ്ക, അതൊക്കെ കുട്ടികളുടെ ഒരു കോൺഫിഡൻസ് ലെവൽ ചിലപ്പോൾ താഴോട്ട് കൊണ്ടുപോകാനുള്ള സാധ്യത ഉണ്ട്. ഇതൊക്കെ ഇവരെ മാനസിക സമ്മർദ്ദത്തിലാക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണങ്ങളാണ്. അപ്പൊ പാരന്റ്സിന് എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അധ്യാപകർക്ക് എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും കുട്ടികളെ ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ അനുഭവിക്കാൻ സാധ്യതയുള്ള കുട്ടികളെ? ഇനി പ്രയാസങ്ങളൊന്നും അനുഭവിക്കുന്നില്ലെങ്കിൽ കൂടി കുട്ടികളെ ഇടയ്ക്കിടെ നമുക്ക് എങ്ങനെ എൻകറേജ് ചെയ്യാം, എംപവർ ചെയ്യാം, അല്ലെങ്കിൽ അവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാം, അത് നമ്മൾ അറിഞ്ഞിരുന്നേ പറ്റും. ഒന്നാമത് നമുക്ക് ചെയ്യാവുന്നത്, കുട്ടികൾക്ക് ആവശ്യമായ ഫെസിലിറ്റീസ് ഉണ്ടോ? അവർക്ക് നേരത്തെ പറഞ്ഞ പോലെ വീട്ടിലെ ഒരു റൂം തന്നെയാണ് ക്ലാസ് റൂം. അപ്പോൾ ക്ലാസ് റൂമിന്റെ ഒരു മിനിമം സ്റ്റാൻഡേർഡ് ഉള്ള രീതിയിൽ അവർക്കൊരു സ്റ്റഡി ഏരിയ ഉണ്ടാകണം. ആ സ്റ്റഡി ഏരിയയിൽ ഏറ്റവും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ച ഫെസിലിറ്റീസ് നമുക്ക് കൊടുക്കാൻ പറ്റും. അവർക്ക് ക്ലാസ്സിൽ ഇരിക്കുന്നത് പോലെ മര്യാദയ്ക്ക് ഇരുന്ന് ഡിസിപ്ലിൻഡായി ഇരുന്ന് ക്ലാസ് കേൾക്കാനുള്ള സൗകര്യം നമ്മൾ ഒരുക്കി കൊടുക്കണം. അതാണ് ഏറ്റവും ആദ്യം ഒരു രക്ഷിതാവ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ അവരെ ഇടയ്ക്കിടെ പോയി നമ്മളിങ്ങനെ സൂപ്പർവൈസ് ചെയ്യുന്നതിന് പകരം അവരുടെ ക്ലാസ്സുകൾ എങ്ങനെയുണ്ട്, ക്ലാസ്സുകൾ നന്നായി പോകുന്നോ, ഇന്നത്തെ ക്ലാസ്സിൽ ഏറ്റവും നല്ല കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു, എത്രമാത്രം നമുക്കത് ഇൻവോൾവ് ചെയ്യാൻ പറ്റി, ഇങ്ങനെയുള്ള നല്ല ചോദ്യങ്ങൾ, വളരെ പോസിറ്റീവായ ചോദ്യങ്ങൾ, കുട്ടികൾക്ക് താല്പര്യം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ചില ചോദ്യങ്ങൾ ചോദിച്ച് കുട്ടികൾ എത്രമാത്രം ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തു എന്ന് നമുക്ക് പരിശോധിക്കാവുന്നു. അപ്പൊ അവർക്കും കൂടി ഒരു താല്പര്യം ഉണ്ടാവും എന്താണ് ക്ലാസ്സിൽ നടന്നതെന്ന് വിശദീകരിക്കുന്നത്. അതോടൊപ്പം നമ്മൾ അവരെ കൂടെയാണ് എന്നൊരു തോന്നൽ, നമ്മൾ അവരെ ട്രാക്ക് ചെയ്യാനോ കൺട്രോൾ ചെയ്യാനോ മാത്രമല്ല, ഈ ആശങ്കയുടെ നാളുകളിൽ നമ്മൾ അവരുടെ പഠനത്തിൽ അവരുടെ കൂടെയുണ്ട്. അവരുടെ ആശങ്കകൾ പരിഹരിക്കാനും അവരുടെ പഠനത്തെ മെച്ചപ്പെടുത്താനും അവരുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താനും അവരെ സ്നേഹിക്കാനും ഒക്കെ നമ്മളും അവരെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു ഫീൽ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള പെരുമാറ്റം അവരോട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. എപ്പോഴും അവരെ കൺട്രോൾ ചെയ്യുന്ന ആളുകളായി മാറരുത്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ എപ്പോഴും ഒരു ഹെലികോപ്റ്ററിൽ ഇങ്ങനെ വന്ന് നിരീക്ഷിക്കുന്ന ആളുകളായിട്ട് നമ്മൾ മാറരുത്. ചിലപ്പോൾ അതിനെ ഹെലികോപ്റ്റർ പാരന്റിങ് എന്നൊക്കെ പറയും.
എന്താണ് ഇവർ ചെയ്യുന്നതെന്ന് വീക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെ ഹെലികോപ്റ്ററിൽ ഒന്ന് നിരീക്ഷിക്കുന്നത് പോലെ ഉള്ള പാരന്റ്സ് ആയി മാറാറ്. ബി വിത്ത് ദം ഓൾവേസ്. അവരോട് കൂടെ ചേർന്ന് നിൽക്കുക, അവരുടെ ആശങ്കകൾ പരിഹരിക്കാൻ, അവരുടെ കൺസേൺസ് എന്താണെന്ന് മനസ്സിലാക്കാൻ, അതിനൊക്കെ നമുക്ക് ഈ സമയത്ത് ആ രീതിയിൽ നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാം. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, നമുക്കറിയാം ഇതിനു മുമ്പ് തന്നെ കോവിഡിനൊക്കെ മുന്നേ തന്നെ അവര് സോഷ്യൽ മീഡിയ വളരെ വ്യാപകമായി ഉപയോഗിക്കുന്ന ശീലം നമ്മുടെ കുട്ടികൾക്കെല്ലാം ഉണ്ട്. അതിൽ അവർ കുറ്റം പറയാൻ കഴിയില്ല. അവർ ചാറ്റ് ചെയ്യുന്നുണ്ടാവാം, അവർ വീഡിയോ കോൾ ചെയ്യുന്നുണ്ടാവാം, അതൊക്കെ അവർ ചെയ്യുന്നവരാണ്. പക്ഷേ അതൊക്കെ ഒരു പഠിക്കാൻ ഒരുപാട് സിലബസും കാര്യങ്ങളും അസൈൻമെന്റ്സും ഉള്ള സമയത്ത് നമുക്കൊരു പരിധിവരെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുമായിരുന്നു. അല്ലെങ്കിൽ പിറ്റേന്ന് സ്കൂളിൽ ഒരു അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ പിറ്റേന്ന് ഒരു ക്ലാസ് ടെസ്റ്റ് ഉണ്ട്, അതിനവർ പ്രിപ്പയർ ചെയ്ത് വന്നേ പറ്റൂ. അപ്പോൾ ആ സമയം അവർ മാറ്റിവെച്ചിട്ട് മാത്രമേ നമുക്ക് സോഷ്യൽ മീഡിയയുടെ ഒക്കെ ഉപയോഗം അവർ ചെയ്തിരുന്നുള്ളൂ ഒരു പരിധി വരെ. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നമുക്ക് പൊതുവെ അവരുടെ കയ്യിൽ എപ്പോഴും മൊബൈലോ അല്ലെങ്കിൽ ലാപ്ടോപ്പോ ഡെസ്ക്ടോപ്പിന്റെയോ ടാബിന്റെയോ ഒക്കെ മുമ്പിലാണ്. എപ്പോൾ ചോദിച്ചാലും അവർ പഠിക്കുകയാണ്, റെക്കോർഡഡ് വീഡിയോ കാണുകയാണ് എന്നൊക്കെ അവർ പറയും. അവർ പറയുന്നല്ല, അവരങ്ങനെ കാണുന്നുണ്ടാവാം. പക്ഷെ അതിനൊരു ടൈം ഷെഡ്യൂൾ നമുക്ക് നിർബന്ധമായും നിശ്ചയിക്കാൻ കഴിയണം. എൻ്റെ ഒരു നിർദ്ദേശം, ഒരു കാരണവശാലും ലേറ്റ് നൈറ്റ് സ്റ്റഡി ഈ സമയത്ത് അനുവദിക്കാൻ പാടില്ല. നമ്മളെല്ലാവരും ഉറങ്ങുന്ന സമയത്ത് കുട്ടികളും ഉറങ്ങണം. അതിനുശേഷം ഇരുന്ന് നമുക്ക് ഈ ഇന്റർനെറ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള പഠനം, അല്ലെങ്കിൽ അതിൽ സെർച്ച് ചെയ്തുകൊണ്ട് നമ്മുടെ പഠിക്കുന്നതായിരിക്കാം, കുട്ടികൾ പഠിക്കുക തന്നെയായിരിക്കാം ചെയ്യുന്നത്. പക്ഷെ അത് ഡിസ്കറേജ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ലേറ്റ് നൈറ്റ് സ്റ്റഡി ഒഴിവാക്കുക. ഏർലി മോർണിംഗ് പഠിക്കുന്നതിനെ കുറിച്ചുള്ള, പഠിച്ചാലുള്ള നല്ല വശങ്ങളെ കുറിച്ച് കൊച്ചുകുട്ടികളെ പ്രത്യേകിച്ചും അവരുടെ ജീവിതത്തിന്റെ പഠനത്തിന്റെ ഒരു ഭാഗമായി നമ്മൾ അതിനെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞാൽ ഈ സമയം അതിന് ഏറ്റവും അനുയോജ്യമായ ഒരു സമയമാണ്. പകൽ സമയത്ത് ഇഷ്ടംപോലെ സമയമുണ്ട്. ആ സമയം വളരെ ഫലപ്രദമായി ഉപയോഗിക്കാൻ നമ്മൾ അവരെ സഹായിക്കണം. കൊച്ചുകുട്ടികളെ പ്രത്യേകിച്ച്. മുതിർന്ന കുട്ടികളെ നമുക്ക് പറഞ്ഞ് ഇതിന്റെ ഗൗരവം ബോധ്യപ്പെടുത്താൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കാം. അഡോളസൻസ് ഏജിലുള്ള കുസൃതിയും പിന്നെ ഇത്തിരി തോന്നിവാസങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും അവരെ സൗമ്യമായി പറഞ്ഞ് മനസ്സിലാക്കാൻ നമുക്ക് കഴിയും. പക്ഷെ കൊച്ചുകുട്ടികളിൽ നമ്മൾ ഈ സ്വഭാവ രീതി വളർത്തി ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ഈ സമയത്ത് നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഉറപ്പുവരുത്തേണ്ട ചില കാര്യങ്ങളുണ്ട്. കുട്ടികൾ എന്തൊക്കെ ചെയ്യുന്നു, എന്തൊക്കെ ചെയ്യുന്നില്ല എന്നൊക്കെ നമ്മൾ ഉറപ്പുവരുത്തേണ്ട പല കാര്യങ്ങളും ഒന്ന് ഓർമ്മിപ്പിക്കാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. ഏറ്റവും പ്രധാനമായി നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ കുട്ടികൾ ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസ്സുകൾ കൃത്യമായി അറ്റൻഡ് ചെയ്യുന്നുണ്ടോ എന്ന് ട്രാക്ക് ചെയ്യാൻ നമുക്ക് പറ്റണം. കൺട്രോൾ ചെയ്യാനല്ല, ട്രാക്ക് ചെയ്യാൻ. ട്രാക്ക് ചെയ്യാന്ന് പറയുന്നത് എപ്പോഴും അവരെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടല്ല, അവരെ നന്നായി നിരീക്ഷിച്ചാൽ നമുക്കറിയാം അവരെന്താണ് കാണുന്നത്, എത്ര തവണ ഓരോ ക്ലാസ്സും കാണുന്നു, അതിൽ എത്രമാത്രം അവർ അസൈൻമെന്റുകൾ എഴുതുന്നു, എത്രമാത്രം അവർ നോട്ടുകൾ തയ്യാറാക്കുന്നു. ഇതൊക്കെ നമുക്ക് നിരീക്ഷിക്കാൻ ഒരു അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള, പ്രാപ്തിയുള്ള, കുട്ടികളെ കുറിച്ച് നല്ല കാഴ്ചപ്പാടുള്ള, അവരെ കുറിച്ച് പ്രതീക്ഷകളുള്ള ഏതൊരു പാരന്റും ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അത് ചെയ്യാൻ നമുക്ക് കഴിയും. Ensure that they are sitting properly. ക്ലാസ് റൂമിൽ വന്ന് അവരിയ്ക്കുന്ന ഏതാണ്ട് അതേ രീതിയിൽ തന്നെ ഇരുന്നുകൊണ്ടായിരിക്കണം ഓൺലൈൻ ക്ലാസ്സുകൾ പൊതുവെ എന്തായാലും വീഡിയോ ഓൺ ആയിരിക്കുന്ന സാഹചര്യമായിരിക്കുന്നതുകൊണ്ട് കുട്ടികൾ പൊതുവെ വളരെ നീറ്റായി ഡിസിപ്ലിൻഡ് ആയിരിക്കും. പക്ഷേ ഓഫ്ലൈൻ വീഡിയോസ് നമ്മൾ നോക്കുന്ന സമയത്ത് ഒന്ന് ആലോചിച്ച് നോക്കുക. അവർ കിടന്നുകൊണ്ട്, ബെഡിൽ കിടന്നുകൊണ്ടായിരിക്കാം, സോഫയിൽ കിടന്നുകൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ ചിലപ്പോൾ നടന്നുകൊണ്ടായിരിക്കാം, കിച്ചണിൽ ഇരുന്നുകൊണ്ടായിരിക്കാം. അപ്പോൾ അതൊക്കെ നമുക്കൊരു പരിധിവരെ കർശനമായി നിയന്ത്രിക്കാൻ തന്നെ കഴിയണം. കാരണം അവർ ക്ലാസ്സിലാണ് അറ്റൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു ക്ലാസിന്റെ ഡിസിപ്ലിൻ എന്താണോ അത് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ അതിനെ അവരെ പ്രേരിപ്പിക്കണം, അവരെ ഉപദേശിക്കണം. കാരണം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ മറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ഉറപ്പുവരുത്തേണ്ടത്, അവര് കൃത്യമായി അവർക്ക് ലഭിക്കുന്ന അസൈൻമെന്റ്സ് എന്താണെന്ന് അവരുമായുള്ള കാഷ്വൽ ഡിസ്കഷനിലൂടെ ഓരോ ദിവസവും മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കണം. അതവർ കൃത്യമായി സബ്മിറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് അവരോട് നമ്മൾ ഡിസ്കസ് ചെയ്യണം. അവരെ ചോദ്യം ചെയ്യുന്നതിലുപരി അവരുമായി ഒരു കാഷ്വൽ ഡിസ്കഷനിൽ അവർ ഏതൊക്കെ അസൈൻമെന്റുകൾ ഇന്ന് സബ്മിറ്റ് ചെയ്തു, എങ്ങനെ ഉണ്ടായിരുന്നു അസൈൻമെന്റ്സ്, നമുക്ക് ക്ലാസ് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ, എന്തൊക്കെയാണ് അവർ നേരിടുന്ന പ്രയാസങ്ങൾ, ഇതൊക്കെ അവരുമായി ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അവർ കാഷ്വലി അവരും കുറച്ചുകൂടി ഓപ്പൺ അപ്പ് ആവാൻ തുടങ്ങും. അവർ ചെയ്തില്ലായിരുന്നു, ചിലത് വളരെ ടഫായിരുന്നു, വളരെ ഈസി ആയിരുന്നു എന്നൊക്കെയുള്ള
കമന്റ്സ് അവരിൽ നിന്നും സ്വാഭാവികമായി വരും. അതിലൂടെ നമുക്ക് അവരുടെ പഠന നിലവാരത്തെക്കുറിച്ചോ അവരുടെ ഇൻവോൾവ്മെന്റിനെ കുറിച്ചൊക്കെ നമുക്ക് ഒരു പരിധിവരെ മനസ്സിലാക്കാൻ കഴിയും. അതോടൊപ്പം നമുക്ക് മുമ്പ് സ്കൂളിൽ വന്ന് കുട്ടികളുടെ പെർഫോമൻസിനെ കുറിച്ചും ഒക്കെ നേരിട്ടറിയാനുള്ള അവസരങ്ങൾ നമുക്ക് ഇന്ന് നഷ്ടമായി, കുറച്ചു കാലത്തേക്കെങ്കിലും. അപ്പൊ പലപ്പോഴും പേരൻസ് ടീച്ചേഴ്സിനെ വിളിക്കുന്നതിൽ വല്ലാതെ ലുബ്ധിക്കുന്നത് കാണാറുണ്ട്, മടി കാണിക്കാറുണ്ട് പലപ്പോഴും. അതിൽ നമ്മളൊരു മാറ്റം വരുത്തിയാൽ മതിയോ? റെഗുലർ ഇന്റർവെൽസിൽ ഓരോ വിഷയത്തിന്റെയും അധ്യാപകരെ കഴിയുമെങ്കിൽ എന്താണ് കുട്ടികളെ കുറിച്ച് ഉള്ള അവരുടെ ഫീഡ്ബാക്ക്, എന്തൊക്കെയാണ്, ഏത് തരത്തിലൊക്കെയാണ് ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത്, എന്തൊക്കെയാണ് നമ്മുടെ ഭാഗത്തുണ്ടാകുന്ന സപ്പോർട്ട്, അതൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ ടീച്ചേഴ്സിനെ ഒരു റെഗുലർ ഇന്റർവെൽസിൽ അവർ നിർദ്ദേശിക്കുന്ന സമയത്ത് വിളിച്ചു കഴിഞ്ഞാൽ അതിലൂടെ നമുക്ക് ഒരുപാട് ഫീഡ്ബാക്ക് ലഭിക്കും. മുമ്പ് ഇതൊക്കെ തന്നെയാണ് ചെയ്യേണ്ടിയിരുന്നത്, ഇപ്പൊ കുറച്ചുകൂടി നമ്മൾ അതിനകത്ത് ഇൻവോൾവ് ചെയ്ത് ഇത് ചെയ്യേണ്ടി വരും. അതാണ് മറ്റ് നമ്മൾ ഉറപ്പുവരുത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുപോലെ തന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ച ബന്ധപ്പെട്ട ഒരു കാര്യമാണ്, അപ്പോൾ പറയാൻ വിട്ടുപോയ ഒരു കാര്യം, നമ്മൾ ലേറ്റ് നൈറ്റ് അവരുടെ ഇന്റർനെറ്റ് യൂസേജ് റെസ്ട്രിക്ട് ചെയ്യണം എന്ന്, അല്ലെങ്കിൽ നമ്മുടെ പഠനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെല്ലാം ലേറ്റ് നൈറ്റ് ചെയ്യുന്നത് ഒഴിവാക്കണമെന്ന് പറഞ്ഞതോടൊപ്പം തന്നെ പകൽ സമയത്തും അവര് ഇന്റർനെറ്റ് യൂസേജ് കൂടുതലാകാനുള്ള ഒരു ടെൻഡൻസി, സാധ്യത നമ്മൾ ഈ സമയത്ത് കാണുന്നു, കൊച്ചുകുട്ടികളെ പ്രത്യേകിച്ചു. കാരണം ഈ സമയത്ത് അവർ കൂടുതൽ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ മറ്റ് മാധ്യമങ്ങളിലോ ഒക്കെ കൂടുതൽ ആക്റ്റീവ് ആവാനുള്ള സാധ്യത, കൂടുതൽ വീഡിയോസ് കണ്ട് ആസ്വദിക്കാനുള്ള സാധ്യത ഒക്കെ ഈ സമയത്ത് വളരെ കൂടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പൊ ഇന്റർനെറ്റ് യൂസേജ് റെസ്ട്രിക്ട് ചെയ്യാനുള്ള ഒരു കൃത്യമായ ഒരു പ്ലാൻ നമുക്ക് രക്ഷിതാക്കൾക്ക് ഉണ്ടായേ പറ്റും. അതില്ല എങ്കിൽ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത്, അവരെപ്പോഴും ഇന്റർനെറ്റിൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഫോളോ അപ്പ് മെക്കാനിസം വേണ്ട രീതിയിൽ വർക്ക് ചെയ്യില്ല. എപ്പോഴും പഠിക്കുകയാണ് എന്ന് പറയുന്ന സമയത്ത് നമുക്കത് ഒരു കൃത്യമായ ഒരു ട്രാക്കിങ്ങിന് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഒരു വ്യക്തമായ ഒരു സ്റ്റഡി പ്ലാൻ, ഒരു ടൈം ബൗണ്ടഡ് ആയിട്ടുള്ള അവരുടെ ഇന്റർനെറ്റ് യൂസേജ്, ഇതിനൊക്കെ ഒരു ഡിസിപ്ലിൻ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് ഈ തുടക്കത്തിൽ തന്നെ കഴിയണം. കാരണം നമ്മളിപ്പോൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ. ഏതൊരു കാര്യം തുടക്കം മുതൽ നമ്മൾ എങ്ങനെ നിയമങ്ങൾ അല്ലെങ്കിൽ നിബന്ധനകൾ വെക്കുന്നു, ആ നിബന്ധനകളാണ് പിന്നീട് അങ്ങോട്ട് ഫോളോ ചെയ്യാൻ സാധ്യത, പ്രത്യേകിച്ച് കുട്ടികൾ. അപ്പൊ ഇപ്പൊ തന്നെ തുടക്കത്തിൽ തന്നെ നമ്മൾ അങ്ങനെയുള്ള ചില റെസ്ട്രിക്ഷൻസ് വളരെ സ്ട്രിക്റ്റ് ആയി, വളരെ സ്ട്രോങ് ആയി നമുക്ക് പറയേണ്ട കാര്യങ്ങൾ സ്ട്രോങ് ആയി നമ്മൾ പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിയണം. ഓഫ്ലൈൻ വീഡിയോ സേവ് ചെയ്ത വീഡിയോസ് നമുക്ക് പിന്നീട് കാണാമല്ലോ. അതുകൊണ്ട് ഓൺലൈൻ ഇന്റർനെറ്റ് യൂസേജിന്റെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതാണ് ഈ സമയത്ത് എന്ന് അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ തന്നെ അവരോട് സംസാരിക്കുമ്പോഴും അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുമ്പോഴും പ്രാക്ടിക്കൽ ആവാൻ ശ്രമിക്കുക. അവർ കുട്ടികളാണ്, അവർക്ക് ചിലപ്പോൾ പഠനത്തിനപ്പുറത്ത് പല കാര്യങ്ങളും സെർച്ച് ചെയ്യാനുണ്ടാവും, പ്രത്യേകിച്ച് മുതിർന്ന കുട്ടികൾക്ക് അവരുടെ അസൈൻമെന്റ്സ് ചെയ്യുന്നതിനൊക്കെ. അപ്പൊ അത് എന്താണെന്ന് കൂടെ ഇരുന്നു അല്ലെങ്കിൽ ഒന്ന് അവർ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കുകയൊക്കെ ചെയ്താൽ അവർ എന്തിനാണ് നമ്മുടെ ഈ ഇന്റർനെറ്റ് പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നതെന്നൊക്കെ നമുക്ക് ഒരു വ്യക്തമായ ഒരു ബോധം ഉണ്ടാക്കുന്നതിന് അത് നമ്മളെ സഹായിക്കും. അത് നമുക്ക് ചെയ്യാൻ കഴിയണം. പലപ്പോഴും പല പ്രശ്നങ്ങളും നമ്മൾ നേരിടുന്നു എന്ന് പറഞ്ഞു. പ്രശ്നം എന്ന് പറയുന്നത് ഒരു നെഗറ്റീവായ വാക്കായി നമ്മൾ കാണേണ്ട. ഇപ്പൊ ചാലഞ്ചസ്, വെല്ലുവിളികൾ ഈ പുതിയ പ്ലാറ്റ്ഫോം നമുക്ക് തരുന്നു. അപ്പൊ അങ്ങനെ പലപ്പോഴും നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത പല പ്രശ്നങ്ങളും ഉണ്ടാവാം, പല പ്രയാസങ്ങളും ഉണ്ടാവാം. അതിനെക്കുറിച്ച് ഓർത്ത് മനസ്സിന് സംഘർഷം ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലത് നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളെങ്കിൽ അത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ നിരവധിയുണ്ട്. അധ്യാപകർ, രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ, സമൂഹത്തിലെ എക്സ്പേർട്സ് ആയിട്ടുള്ള ആൾക്കാർ, നിരവധി ആളുകൾക്ക് നമുക്ക് അഡ്വൈസ് തരാൻ വേണ്ടി, സപ്പോർട്ട് തരാൻ വേണ്ടി കഴിയും. അങ്ങനെയുള്ള സപ്പോർട്ട് മെക്കാനിസം നമ്മൾ ഉപയോഗപ്പെടുത്തണം ചില സന്ദർഭങ്ങളിൽ. അതൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ ഈ സമയത്താണ് കഴിയേണ്ടത്. ഒരു പരിഹാരമില്ലാത്ത ഒരു പ്രശ്നത്തെ കുറിച്ച് രക്ഷിതാവോ വിദ്യാർത്ഥിയോ അധികം ആലോചിച്ച് വ്യാകുലപ്പെടേണ്ടതില്ല. കാരണം അതിന് പരിഹാരമില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് ആശങ്കപ്പെട്ട് അനാവശ്യമായ ടെൻഷൻ ഉണ്ടാക്കുന്നത് ഒഴിവാക്കാൻ നമുക്ക് കഴിയണം. ഫോക്കസ് ഓൺ സൊല്യൂഷൻസ്, നോട്ട് ഓൺ ദ പ്രോബ്ലംസ്. എപ്പോഴും ഓരോ കാര്യത്തിനും ഓരോ പ്രയാസങ്ങൾക്കും സൊല്യൂഷൻസ് ഉണ്ട്. ആ സൊല്യൂഷൻസിനെ കുറിച്ച് ആലോചിച്ചു തുടങ്ങുക. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ അധ്യാപകരെ കോൺടാക്ട് ചെയ്യണോ,
അല്ല മറ്റേതെങ്കിലും എക്സ്പേർട്സിനെ കോൺടാക്ട് ചെയ്യണോ, അല്ല ഏതെങ്കിലും അവരുടെ തന്നെ ഫ്രണ്ട്സിനെ കോൺടാക്ട് ചെയ്യണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ അവരുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പ്രയാസങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുമ്പോഴാണ്. അപ്പോൾ പ്രയാസങ്ങൾ മനസ്സിലാക്കുക, സൊല്യൂഷൻസ് എന്താണെന്ന് നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്കൊരു പരിധി വരെ മനസ്സിലാക്കാൻ കഴിയും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ആദ്യം സംസാരിച്ച് പലതവണ പല സന്ദർഭങ്ങളിൽ സൂചിപ്പിച്ച ഒന്നാണ്, നമുക്ക് കുട്ടികൾക്ക് മനസ്സംഘർഷം അല്ലെങ്കിൽ മെന്റൽ സ്ട്രെസ് ഉണ്ടാകാനുള്ള സാധ്യത. പലപ്പോഴും ഈ സമയത്ത് അവർ അമിതമായി ഉറങ്ങാൻ സാധ്യതയുണ്ട്, പ്രത്യേകിച്ച് പകൽ സമയത്ത്. അത് ഒഴിവാക്കാൻ കഴിയണം. 7 മുതൽ 8 മണിക്കൂർ വരെ എന്നാണ് പൊതുവെ നമ്മൾ പറയാറുള്ളത്. ആ ഒരു സൗണ്ട് സ്ലീപ്പ്, നമുക്ക് തുടർച്ചയായ സ്ലീപ്പ് അവർക്ക് ഉറങ്ങുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താനും, അതോടൊപ്പം പകൽ സമയത്ത് അനാവശ്യമായി കിടന്നുറങ്ങുന്ന ശീലം ഈ സമയത്ത് കൂടുതലായി വരുന്നത് ഒഴിവാക്കാൻ നമുക്ക് കഴിയണം. രണ്ടാമത്തേത് പ്രധാനപ്പെട്ടതാണ്, ഇപ്പോ 2 തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ ഈ ലോക്ക്ഡൌണിനെ തുടർന്ന്. ഒന്ന്, എല്ലാവരും ഡയറ്റിംഗ് തുടങ്ങിക്കഴിഞ്ഞു, അത് കൃത്യമായി പാലിച്ചു പോകുന്നു, ചില കുട്ടികളടക്കം. അതോടൊപ്പം ചില ആൾക്കാർ അമിതമായ ഭക്ഷണം, ഇഷ്ടമുള്ള ഭക്ഷണം അമ്മ ഉണ്ടാക്കി തരുന്നു, അപ്പോൾ ഇഷ്ടംപോലെ ഇടയ്ക്കിടയ്ക്ക് റെഗുലർ ഇന്റർവെൽസിൽ നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശീലം വന്നു. ഒബേസിറ്റി പോലുള്ള പ്രയാസങ്ങൾ വരും, അത് മനസ്സിന് അസ്വസ്ഥത ഉണ്ടാക്കുന്ന അവസ്ഥയിൽ പിന്നീട് എത്തിച്ചേക്കാം. ചില ആരോഗ്യ പ്രശ്നങ്ങൾ തന്നെ പുതുതായി ഉണ്ടായേക്കാം. മറ്റൊന്നാണ് നമ്മൾ ഫിസിക്കൽ എക്സർഷൻ, ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒരുപാട് ഉണ്ടായിരുന്നു സ്കൂളിൽ വരുന്ന സമയത്ത്. അവരറിയാതെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, സ്പോർട്സിലും ഒക്കെ ഗെയിംസിലും ഒക്കെ ഉള്ളവർ അറിഞ്ഞുകൊണ്ട് തന്നെ നിരവധി ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. ഇപ്പൊ അതെല്ലാം ചുരുങ്ങി വളരെ കുറഞ്ഞു വന്നിരിക്കുന്നു നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എക്സസൈസ്, എന്തെങ്കിലുമൊക്കെ എക്സസൈസ് അവർ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഫിസിക്കൽ എക്സർഷൻ ഉണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. ഈ 3 കാര്യങ്ങൾ, ഉറക്കം, അതുപോലെ ഡയറ്റ്, അതുപോലെ എക്സസൈസ്, ഇതിൽ 3ലും താളപ്പിഴ ഉണ്ടായാൽ ഒരു സംശയവും വേണ്ട, അവർക്ക് മെന്റൽ സ്ട്രെസ് എന്ന് പറയുന്ന സംഭവത്തിലേക്ക് അവർ ക്രമേണ എത്തിത്തുടങ്ങും. അപ്പൊ ഇത് ക്രമീകരിക്കാനും ഇതിലൊരു ഡിസിപ്ലിൻ ഉണ്ടാക്കാനും നമ്മുടെ രക്ഷിതാക്കൾ അവരെ ഗൈഡ് ചെയ്യണം. അതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഉത്തരവാദിത്തം. അതുപോലെ തന്നെ നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുന്ന സമയത്ത്, yes, I can overcome this. This is only a temporary situation. We will be able to overcome this with lot of within the recent past. വളരെ അടുത്ത കാലത്ത് നമുക്ക് ഇതൊക്കെ മാറി സ്വാഭാവികമായ പഠന രീതികളിലേക്കും സ്കൂൾ അന്തരീക്ഷത്തിലേക്ക് വരാൻ കഴിയും എന്നുള്ള സെൽഫ് ഇൻസ്ട്രക്ഷൻ, അല്ലെങ്കിൽ എന്റെ പ്രയാസങ്ങൾ എനിക്ക് തന്നെ പരിഹരിക്കാൻ പറ്റും എന്നുള്ള ഒരു സ്വയം നമുക്ക് തന്നെ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്ന രീതിയിലേക്ക് അവരെ പ്രാപ്തരാക്കാൻ കഴിയണം. അതുപോലെ നമ്മുടെ ഒരു വികാരങ്ങളെയും വിചാരങ്ങളെയും ഒക്കെ ഒരു പരിധിവരെ നിയന്ത്രിക്കാനുള്ള ഒരു പരിശീലനം, അല്ലെങ്കിൽ അതിനുള്ള ഉപദേശങ്ങളും അതിനുള്ള പ്രായോഗികമായ നിർദ്ദേശങ്ങളും രക്ഷിതാക്കൾക്ക് കൊടുക്കാൻ കഴിയണം. അവർക്ക് കഴിയുന്നില്ല എങ്കിൽ അതിന് പ്രാപ്തരായ അധ്യാപകരുടെ സപ്പോർട്ട് നമ്മൾ റിക്വസ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ റിലാക്സേഷൻ ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് വിച്ച് വി നീഡ് ടു ഇൻകോർപ്പറേറ്റ് ഇൻ അവർ ലൈഫ്. കുട്ടികളെ അതിന് പ്രേരിപ്പിക്കണം. ബ്രീത്തിങ് എക്സസൈസ് പോലുള്ള, റിലാക്സേഷൻ എക്സസൈസ് പോലുള്ള പല കാര്യങ്ങളും നമുക്ക് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ, നമ്മൾ ചെയ്യുകയും നമ്മളോടൊപ്പം അവരെ ചെയ്യാൻ പ്രേരിപ്പിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ലോക്ക്ഡൌൺ കാലത്ത് അവരുടെ മനസ്സിനും അതുപോലെ ശരീരത്തിനും അവരുടെ പ്രവർത്തനക്ഷമതയ്ക്കും ഒക്കെ ഒരു ഗുണം ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പൊ ആ രംഗത്ത് നമുക്ക് ഫിസിക്കൽ മെന്റൽ സ്ട്രെസ് ലഘൂകരിക്കുന്നതിനുള്ള പല പദ്ധതികളും അല്ലെങ്കിൽ പല സൂത്രവിദ്യകളും നമുക്ക് രക്ഷിതാക്കൾക്ക് നിർദ്ദേശിക്കാൻ നമുക്ക് കഴിയണം ഈ സമയത്ത്. നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങൾ ഒന്നുകൂടി സമ്മപ്പ് ചെയ്യുന്നു. സിസ്റ്റം അപ്ഗ്രേഡ് ചെയ്യാൻ നമുക്ക് കഴിയുന്നത്ര ശ്രമിക്കണം. അതോടൊപ്പം നല്ല നെറ്റ്വർക്ക് കവറേജ് ലഭിക്കുന്ന പ്രൊവൈഡേഴ്സിനെ നമുക്ക് കണ്ടെത്താൻ കഴിയുക, അതിന് എക്സ്പെർട്ട് ഒപ്പീനിയൻ നമ്മൾ എടുക്കുക. അതോടൊപ്പം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ കുട്ടികളൊക്കെ ഒരുപാട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പ്ലാറ്റ്ഫോമിൽ നിന്ന് വ്യത്യസ്തമാണ് ഇപ്പോഴുള്ള പഠനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ടീംസ് പോലുള്ള പ്ലാറ്റ്ഫോമുകൾ എന്ന് അവർക്ക് ബോധ്യപ്പെടുത്തുകയും, ഇവിടെ കോൺഫറൻസിംഗ് ആണ്, നിരവധി കുട്ടികൾ ഒരുമിച്ചിരുന്ന് പഠിക്കുന്നതാണ്. അപ്പൊ അതും സോഷ്യൽ മീഡിയ ഉപയോഗവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് മനസ്സിലാക്കുക. അവിടെ പാലിക്കേണ്ട ചില മര്യാദ നിറഞ്ഞ കോവിഡ് കാലത്തെ ഓൺലൈൻ പഠനം രസകരമാക്കാനും ഒരു പരിധിവരെ അവർക്ക് പഠനത്തെ ആസ്വാദ്യകരമായി മുന്നോട്ട് കൊണ്ടുപോകാനും നമുക്ക് അവരെ സഹായിക്കാൻ കഴിയും. നമ്മളാണ് നമ്മുടെ ജീവിതത്തിന്റെ സ്ക്രിപ്റ്റ് നിശ്ചയിക്കുന്നത്. ആ സ്ക്രിപ്റ്റ് മനോഹരമായി എഴുതാനുള്ള ഒരു അവസരം കൂടിയാണ് ഇത്. മേരിഗിരി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും തുണയായി, അവർക്ക് സപ്പോർട്ട് ആയി നിൽക്കുന്ന ഒരു കൂട്ടം അധ്യാപകരും രക്ഷിതാക്കളുമായി മാറാനുള്ള കരുത്ത് നമുക്കുണ്ടാവണം. അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും സ്കൂൾ മാനേജ്മെന്റ് ഒരുക്കിയിട്ടുണ്ട്.
ഈ ഓൺലൈൻ പഠന മാധ്യമത്തെ ഫലപ്രദമായി ഉപയോഗിക്കാൻ നമ്മൾ കുട്ടികളെ പ്രാപ്തരാക്കുക. അവരെ അതിന് മാത്രമുള്ള മാനസികമായ തയ്യാറെടുപ്പ് കുറച്ചുകൂടി മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങൾക്ക് നമുക്ക് സപ്പോർട്ട് ചെയ്യാം. സ്കൂളിന്റെ മികച്ച ഈ ഓൺലൈൻ പരിശീലന പദ്ധതികളെ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികളായി നമുക്ക് നമ്മുടെ കുട്ടികളെ മാറ്റാം എന്ന് മാത്രം സൂചിപ്പിക്കുന്നു. ഈ കാലം കടന്നുപോകും. പ്രതീക്ഷ നിറഞ്ഞ മനസ്സോടെ ഉജ്ജ്വലമായ ഒരു തിരിച്ചുവരവ് നമുക്കുണ്ടാകുമെന്ന പ്രതീക്ഷയോടുകൂടി വീണ്ടും ആഹ്ലാദകരമായ നിമിഷങ്ങളിലേക്ക് നമുക്ക് സ്കൂളിലേക്ക് പോകാൻ എത്രയും പെട്ടെന്ന് കഴിയുമാറാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഒരുപാട് പ്രതീക്ഷയോടെ ജീവിക്കാം, ആസ്വദിക്കാം, പഠിക്കാം, രസിക്കാം, സന്തോഷിക്കാം. താങ്ക് യു.